അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരീക്ഷ തന്നെയാണ് വിഷയം. പരീക്ഷ കുഞ്ഞുങ്ങളൊക്കെ വിളിച്ച് ഉണർത്തെ അമ്മമാരെ കൂടെ നിർത്തണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരീക്ഷ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ചില അമ്മമാരൊക്കെ ഇല്ലേ, പരീക്ഷ ഹാളിൽ പോയി കുഞ്ഞുങ്ങൾ പോകുമ്പോൾ പുറത്തു നിന്നോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. അപ്പം നിർണായകമായ പരീക്ഷയ്ക്ക് പ്രേയർ സപ്പോർട്ട് ഭയങ്കര അനുഗ്രഹമാണ്. അത് ദൈവഹിതമാണെങ്കിൽ ഒരു കാരണവശാലും തടസ്സം ഉണ്ടാകത്തില്ല. നമ്മുടെ തടസ്സങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ദൈവം അത് നിറവേറ്റും. അപ്പോൾ നമ്മുടെ തടസ്സങ്ങളൊന്നും മാറാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കണത്. നമ്മളുടെ ദൈവതിരുസന്നിധി നമുക്കുള്ള ചില തടസ്സങ്ങളൊക്കെ ഇല്ലേ, ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ പഴയ ഫയലൊക്കെ പരിശോധിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ അനുവാദം തരത്തില്ല. ചില ആൾക്കാർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കത്തില്ല, കാണാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കാണാൻ അനുവദിച്ചില്ലെന്നൊക്കെ പറയത്തില്ല. അതുപോലെ തന്നെ പഴയ ഫയലുള്ളത് കൊണ്ടാണ് ഈ കാണാൻ അനുവദിക്കാത്തത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഉപപ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ യോഗ്യതയെ വർദ്ധിപ്പിക്കാനാണ്, ദൈവത്തിൻ്റെ കരുണയെ പ്രജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ആ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്ന പരീക്ഷ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിശ്ചയം. പരീക്ഷയ്ക്ക് വേണ്ടി ഓരോ കുറച്ച് വിഷയങ്ങൾ കഴിഞ്ഞു, ചില വിഷയങ്ങളെക്കുറിച്ച് ഡൗട്ടുണ്ട്, ചില വിഷയങ്ങൾ കൂട്ടി നോക്കിയിട്ട് അത്ര തൃപ്തിയല്ല. അങ്ങനെ പലതരത്തിലുള്ള വിവിധ വിചിംപ്രിതരായിട്ടാണ് ആൾക്കാർ കുഞ്ഞുങ്ങളെ ജീവിക്കുന്നത്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിശ്ചയം. എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത സബ്ജക്റ്റ് കൊടുത്താൽ ടാലി ആകാൻ കർത്താവ് നിന്റെ പ്രത്യേക അനുഗ്രഹം നൽകണം പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയത്തിൽ കർത്താവ് ഇപ്പോഴും മക്കൾ പറയണത് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി, പക്ഷേ അങ്ങനെയല്ല. ഉപരി വിദ്യാഭ്യാസം വേണമെങ്കിൽ ഉന്നതമായ വിജയം കൈവരിച്ചില്ലെങ്കിൽ ഒത്തിരിയേറെ കടമ്പകളുണ്ട് കർത്താവ്. അതുകൊണ്ട് അങ്ങനെ ആശ്രയിക്കുന്ന എല്ലാ മക്കളെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവരുടെ കഴിവിനേക്കാൾ ഉപരി കർത്താവ് അങ്ങയുടെ കൃപയാൽ അവർക്ക് ആവശ്യമായ മാർക്ക് നൽകി അവരുടെ ഉപരി വിദ്യാഭ്യാസം ഭാവിയും സുരക്ഷിതമാക്കാനുള്ള കർത്താവ് ഇടങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി കർത്താവ് ഈ പരീക്ഷ നമ്മുടെ ഇനി കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തണതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രവേശനോത്സവത്തിൽ കൊണ്ടുപോകുന്ന അമ്മമാരെ കൊണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും എഴുത്തിന് പോലും ഇരുത്താതെ, എഴുത്ത് പോലും പഠിക്കാത്ത ഭയങ്കര അഗ്രസീവായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, അനുസരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, ഭയങ്കര പിടിവാശിയുള്ള ആ മക്കളെല്ലാം കർത്താവ് നിന്റെ തിരുമുറുവാർന്ന് വലത് കർത്താൽ അങ്ങ് സ്പർശിക്കണമേ. ഓട്ടിസമുള്ള മക്കള്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കള്, പ്രത്യേകിച്ച് കർത്താവ് ഭയങ്കര പലതരത്തിലുള്ള ദുശാഠ്യങ്ങളുള്ള കുഞ്ഞുങ്ങള്, അതുമൂലം സമാധാനം നഷ്ടപ്പെട്ട അമ്മമാര്, ഉറക്കം നഷ്ടപ്പെട്ട അമ്മമാര്, കുഞ്ഞുങ്ങൾ ഉറങ്ങാത്ത കാരണം അമ്മമാർക്ക് ഉറങ്ങുന്നില്ല, അവർക്ക് പറയണതെല്ലാം ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നുന്നു, കുടുംബത്തിൽ അതിൻ്റെ പേരിൽ വലിയ കലഹങ്ങൾ ഉണ്ടാകുന്നു, പരസ്പരമുള്ള ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് മാനസികമായിട്ട് അകന്നു പോകുന്നു. അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും കർത്താവ് നീ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുതിയ കുടുംബക്കാരെ, പുതിയ ജീവിതങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നവരെല്ലാം നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി കർത്താവെ അവരുടെ സുരക്ഷിതമാക്കുന്നതിന് ആവശ്യമായ അവരുടെ നടപടിക്രമങ്ങളെ കുറ്റമറ്റമാക്കുകയും കർത്താവ് സമയമോ പണമോ ദാനമോ വ്യർത്ഥമാകാതിരിക്കാൻ അവരെ കർത്താവ് പ്രത്യേകമായി അവരുടെ ചിന്താ പദ്ധതികളെയും പ്രവർത്തന രീതികളെയും അങ്ങ് ആശീർവദികളെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവര്, യാത്രക്ക് പോകുന്നവര്, പരീക്ഷയ്ക്ക് പോകുന്നവര്, കോടതി പോകുന്നവര്, തൊഴിലിടങ്ങളിൽ തൊഴിലിന് വേണ്ടി പോകുന്നവര്, ഓഫീസിൽ പോകുന്നവര്, ഓരോ കുടുംബത്തിന്റെ ഓരോരോ കാര്യങ്ങളുടെ നിർവഹണയ്ക്ക് വേണ്ടി ഓരോരോ സ്ഥലങ്ങളിലേക്ക് വ്യക്തികളെ കാണാൻ പോകുന്നവർ, കേൾക്കാൻ പോകുന്നവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ഇന്നത്തെ ദിവസത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത തിങ്കളും ബുധനൊക്കെ ആയിട്ട് നമ്മുടെ കേരള സഭ നോൻപിലേക്ക് പ്രവേശിക്കുകയാണ്. നോൻപിലും അതുപോലെ തന്നെ കർശനമായി നോൻപെടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നോൻപ് ചില സഭകളിൽ അത് കടമായി മാറും. ചില ദിവസങ്ങളിൽ നോൻപ് ചിലപ്പോൾ നോൻപ് ദിവസമായിരിക്കും, അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ചയായിരിക്കും. പിന്നെ കടമുള്ള ദിവസങ്ങളുണ്ട്. ദൈവതിരുസന്നിധിയിൽ നമുക്ക് ഒബ്ലിഗേഷൻ മണ്ടേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പോൾ ചെയ്യാതെ വരുമ്പോൾ അത് കടമായിട്ട് മാറും. പക്ഷേ കടം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് കടം തന്നെ രണ്ട് തരമുണ്ട്. നമ്മൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് കടങ്ങൾ, പിന്നെ ദൈവം നമുക്ക് തരാനുള്ള കടങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതെന്ത് വർത്തമാനമാണ് ഈ പറയണത്? ദൈവം നമുക്ക് കടം തരാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് ജീവിക്കും. ചില ആൾക്കാരൊക്കെ ഭർത്താവ് ചെല്ലി പറഞ്ഞില്ലേ, എൻ്റെ അച്ഛാ ഞങ്ങൾക്ക് ഭർത്താവിന് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല, എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞിനെ പെറ്റ് വളർത്താനുള്ള ഭയങ്കര കൊതിയാണ്, എനിക്ക് ചില സ്ഥലത്ത് ചത്ത് കളയാൻ തോന്നും, എന്നാലും ഞാൻ ഈ മനുഷ്യനെ പിരിയത്തില്ല. എന്താ കാര്യം? ഞാൻ കർത്താവിൻ്റെ അടുത്ത് നിന്ന് വാഗ്ദാനം ചെയ്തതല്ലേ, അപ്പോൾ ഒരു കുഞ്ഞില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഭർത്താവിനെ പിരിയുക. പക്ഷേ എനിക്കാണെങ്കിൽ എപ്പോഴും മറ്റു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കെട്ടിത്തൂക്കി ചാകേണ്ട സങ്കടം വരും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂദാശയുടെ ബലത്തിൽ ഇവരിങ്ങനെ ക്രിസ്തുവിൻ്റെ നാമത്തെ സഹിക്കുകയാണ്. അതാണ് കടം. അപ്പോൾ ദൈവം ഇങ്ങോട്ട് ഒരാളുടെ കടമാണ്. അതായത് നിങ്ങളെപ്പോഴും അപ്പോൾ കടം അതായത് ഈ സാലറി ചാലഞ്ച് എന്നൊക്കെ കേൾക്കത്തില്ലേ,
എന്താണ് ബിരിയാണി ചലഞ്ച് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഇതുപോലെ ഒരു നമ്മുടെ ഒരു ചലഞ്ചായിട്ട് എടുക്കണം ദൈവം നമുക്ക് തരാനുള്ള കടങ്ങൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചലഞ്ച്. മുൻപ് കാലത്തും എല്ലാ കാലത്തും നമ്മൾ ഒരു കടക്കാരനായി മാറുന്നതിനേക്കാളുപരി എപ്പോഴും കണക്ക് വെക്കുമ്പോൾ കർത്താവിന് ഇങ്ങോട്ട് തരാനുണ്ടാകണം എന്ന് വെച്ചാൽ അഹങ്കാരം കൊണ്ട് അങ്ങനെ പറയണതല്ല ശരിക്കും പറഞ്ഞാൽ. മറിച്ച് നമ്മൾ സുവിശേഷമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ഓർക്കൽ ദൈവത്തിൻ്റെ ആനുകൂല്യത്തെ പ്രതി നമുക്ക് ഡേ ടു ഡേ കർത്താവ് ക്യാഷ് ക്ലിയറൻസ് നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ബിസിനസ് റിലേഷൻ അല്ല ദൈവം നമ്മളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർത്താവ് പലപ്പോഴും നമ്മൾ കുഞ്ഞുനാൾ മുതൽ ദൈവം നമ്മൾ നടക്കുന്ന ആളാണ്. പക്ഷേ നമ്മൾ ഒരു 12 വയസ്സിൽ പ്രാർത്ഥിച്ചതാണ്, കർത്താവ് എനിക്കൊരു കുടിയനെ തരരുത് കേട്ടാ, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ 12 വയസ്സിൽ പ്രാർത്ഥിച്ചതാണ്. അത് കെട്ടണ വരെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നിരിക്കണ കുടിയനെയാണ്. അപ്പോൾ ആരാണ്? ദൈവം കടക്കാരനായി. നമുക്ക് അപ്പോൾ ചില ആൾക്കാർക്ക് പരിശുദ്ധാത്മ ഉള്ളവർക്ക് അത് ഭയങ്കര ആഘോഷം എടുക്കും. എന്താണ്? കർത്താവെ കണക്ക് വെച്ചാൽ നീ എനിക്ക് തരാനുള്ളൂ, അങ്ങനെ പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാര്യം കർത്താവിന് പറയാൻ കടങ്ങളെ ഈ ആൾ മാനിക്കുന്ന ആളാണ്. അതാണ് പറയണത്. എന്തെങ്കിലും കൂടുതൽ ചിലവാകുകയാണെങ്കിൽ ആ സമരക്കാരുടെ കഥയില്ലേ, സമരക്കാരൻ്റെ കഥയിൽ എന്താ പറയണത്? അയാളെ കൊണ്ട് സത്രത്തിൽ കൊണ്ട് ചികിത്സിച്ച് എന്നിട്ട് സത്രക്കാരനോട് പറയണേ, ഇവനെ ഏറ്റെടുത്തിരിക്കണില്ലേ, എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ചിലവാകാൻ സാധ്യതയുണ്ട്. ഒരു മനുഷ്യനെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് ഭർത്താവാകാം, ചിലപ്പോൾ മക്കളാകാം, ചിലപ്പോൾ ഭാര്യയാകാം, ചിലപ്പോൾ കൂട്ടുപണിക്കാരനാകാം. ഒരാളെ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇന്ന് കൂടുതൽ ചിലവാകും. കാര്യം എന്താ? നമ്മൾ സ്നേഹിച്ചാൽ അവരതുപോലെ സ്നേഹിക്കണം നിർബന്ധമില്ല, കൂടുതൽ നമ്മുടെ നിന്നാണ് ചിലവാകണത്. ഇപ്പോൾ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാടക്കണത് എന്തുകൊണ്ടാണ്? അതായത് ഞാൻ അവനെ സ്നേഹിക്കണത് അവൻ്റെ കാര്യത്തിലൊക്കെ ഒരു കുഴപ്പമില്ല, അവരുടെ കാര്യം അതൊക്കെ. പക്ഷേ ഇങ്ങോട്ട് അതുപോലെ ഇല്ല. ഇങ്ങോട്ടൊക്കെ കാര്യം പറയുമ്പോൾ കൈ അവരുടെ കുറുങ്ങിപ്പോകും. അപ്പം നമ്മളെ അങ്ങോട്ട് സ്നേഹിക്കുന്ന കാരണം അത് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് കിട്ടത്തില്ല, ചെറിയ മനഃപൂർവ്വം തരത്തില്ല. പക്ഷേ മുതലെടുപ്പ് പാടി ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടാവും, ഭൂമിയിലുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ വന്നതല്ല, എല്ലാ വീടും ഉള്ളതാണ്. കൂടുതൽ ഒരാളെ കെയർ ചെയ്യുമ്പോൾ കൂടുതൽ ചിലവാകും. ഇപ്പോൾ ഒരു ഓട്ടിസം കുഞ്ഞിനെ വളർത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുഞ്ഞിനെ വളർത്തുമ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് വരുമാനം കിട്ടുന്നത്. വളർത്തി വലുതായിപ്പോൾ ഒന്ന് വരുമാനം കിട്ടിയെങ്കിൽ ഒരു സന്തോഷം ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകത്തില്ലേ, അപ്പോൾ അതൊരു വരുമാനമല്ലേ. പക്ഷേ ഒരു ഓട്ടിസം കുഞ്ഞിനെ വളർത്തുന്നതൊക്കെ എല്ലാവരും അപ്പനും പേർക്കും അമ്മയും പേർക്കും എല്ലാവരും പേർക്കും ചിലവർ ഇതും ചത്ത് കിട്ടിയാൽ മതി വിചാരിക്കും. അവർ അത്രയും അനുഭവിച്ചിട്ട് എനിക്ക് സങ്കടം, ഈ ഓട്ടിസംകാരുടെ അമ്മമാരെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. പാവത്തുള്ള എന്തും അവർ സന്തോഷമൊന്നും ഇല്ല. അതിനിടയ്ക്ക് വഴക്കാ വീടുണ്ടെങ്കിൽ ഒരു സാന്ത്വനം ഉണ്ടെങ്കിൽ ആ പിള്ളേർ ഉറങ്ങും, അത് ഉറങ്ങത്തുമില്ല. ഇങ്ങനെ അപ്പോൾ എന്താ കൂടുതൽ ചിലവാകുകയാണ്. അതെന്താ സംശയം? കർത്താവ് പറഞ്ഞ കൂടുതൽ നിനക്ക് കൂടുതൽ ഇപ്പം ദൈവം തന്നതാണെന്ന് പറഞ്ഞാൽ എല്ലാം ദൈവം തന്നതല്ലേ. അപ്പോൾ ഈ അതിനു വേണ്ടി ഒരാൾക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുക്കും, നിനക്ക് ഓട്ടിസം കുഞ്ഞിനെ തരുമ്പോൾ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ടെത്തില്ലേ. അപ്പോൾ ആ ഓട്ടിസം കുഞ്ഞിന് കൂടുതൽ ചിലവാകത്തില്ലേ? ചിലവാകണ ആരാണ്? കൂടുതൽ ചിലവാകുകയാണെങ്കിൽ എന്ത് ചെയ്യും? 10:35 വായിച്ചേ ലൂക്ക. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ, സത്രം സൂക്ഷിപ്പുകാരനാണ് ഈ കൊട്ടിച്ച കുഞ്ഞിന്റെ അമ്മയെന്ന് പറഞ്ഞ സത്രം സൂക്ഷിപ്പുകാരനാണ്, 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു എന്താ? ഇവന്റെ കാര്യം നോക്കിക്കൊള്ളാം. ഈ കുഞ്ഞിന്റെ കാര്യം ഓട്ടിസമാണ് കേസ് ചെയ്തത്, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ പ്രായമുള്ള മാതാപിതാക്കൾ, ഭ്രാന്ത് പിടിച്ച കുഞ്ഞുങ്ങൾ പ്രായമുള്ളവരായിരിക്കാം. ഇവന്റെ കാര്യം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിരിക്കണത്. അത് നമ്മുടെ ഒരു ചുമതല. അവൻ്റെ കാര്യം നോക്കി ദൈവമാണ് പറഞ്ഞിരിക്കണം, അല്ലാതെ വീട്ടുകാർ പറഞ്ഞിരിക്കണമല്ല, പഞ്ചായത്ത് നിന്ന് പറഞ്ഞിരിക്കണമല്ല. കർത്താവ് പറഞ്ഞിരിക്കണം ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ചിലവാകുമെന്ന് കർത്താവിന് അറിയാം. സാധാരണ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് അടിച്ചുപൊളിച്ച് നടക്കുമ്പോൾ ഓടിച്ച കുഞ്ഞുങ്ങൾ നടക്കുന്നത് ഇതുപോലെയുള്ള കുടുംബത്തിൽ പരാരാമതയുള്ളവരില്ലേ, പ്രായം അപ്പഴമ്മയുള്ളവർക്കൊക്കെ അടിച്ചുപൊളിച്ച് നടക്കാൻ പറ്റുമോ? ഒരു കുഞ്ഞ് സ്വന്തം അനിയത്തിന്മാർ സമുദ്രം പോലും വരാത്തവർ, പോകാൻ പറ്റാത്തവർ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. വീട്ടിലെ മാതാപിതാക്കന്മാർ നോക്കി തറവാദം പിടികിട്ട് കിടക്കുന്നവരെ നോക്കണ്ടേ, തൂറിമുള്ളിയൊക്കെ കിടക്കോടെ. എന്തൊരവസ്ഥയാണ്. കൂടുതൽ ചിലവാകും. ഒരാളെ കെയർ ചെയ്യുമ്പോൾ കൂടുതൽ ചിലവാകും. അത് പറയണത് കൂടുതൽ 2 ദിനാറ കൂടുതൽ പറയണേ. കൂടുതൽ ചിലവാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. തിരിച്ചു വരുമെന്ന് ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടുത്തെ പ്രശ്നം അതല്ലേ. മാർക്സ്, എംഗൽസ്, സോളമൻ, സോക്രട്ടീസ്, പ്ലീനി, പ്ലേറ്റോ, അത്ര അണ്ണന്മാർ ഇവിടെ നടന്ന് ഒരെണ്ണം തിരിച്ചു വരത്തില്ല. എല്ലാം ചത്ത് മണ്ണോട് പണ്ട് തരുന്നത്. തിരിച്ചു വരുന്ന ഒരാളെ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും കൂടുതൽ ചിലവാകണമെങ്കിൽ എൻ്റെ 2ാമത്തെ വരവിന് ഞാൻ റെക്ടിഫൈ ചെയ്യും. അപ്പോൾ ആരാണ് കടം? അപ്പം കർത്താവിന് കടം കൊടുക്കണ പോലെയാണ് എൻ്റെ മകളെ, എൻ്റെ മകനെ, നീ
ഒരു പാരിതോഷികം, ഒരു നന്ദിയില്ലാത്ത ഒരു ജോലി ഏറ്റെടുക്കണത് കർത്താവിന് കടം കൊടുക്കുന്ന പോലെയാണ്. നോമ്പിൻ്റെ കാലത്ത് കർത്താവ് നിന്നെ സഹായിക്കും. ഞാനും കർത്താവിന് തിരിച്ചു വരവ് നോക്കി ജീവിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നാലും ഞാൻ കർത്താവിൻ്റെ തിരിച്ചു വരവെന്ന് പറയുമ്പോൾ ഏത് സമയത്തും വരാമല്ലോ. എപ്പോഴാണ് കർത്താവിനെ കാണാൻ പറ്റുന്ന ഈ ശാരീരിക അവസ്ഥ മാറണത്, അന്ന് കർത്താവിനെ കാണും നമ്മൾ. അപ്പം അതുകൊണ്ട് തിരിച്ചു വരവ് സുനിശ്ചിതമാണ്. എപ്പോൾ സംഭവിക്കുന്ന അറിയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ്, കർത്താവ് ഇങ്ങോട്ട് നിങ്ങൾ തരാനുണ്ടാകണം. ആ രീതിയിൽ വേണം കണക്ക് അവസാനിക്കാൻ. എല്ലാ ദിവസവും കണക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ ബാലൻസ് നോക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടാണ്ടാണ് കർത്താവിൽ നിന്ന്. എന്നാൽ തിരിച്ചു വരവ് ആഘോഷിക്കാൻ പറ്റും. ജീവിതം മുഴുവനും കർത്താവിന് തിരിച്ചു വരവിൻ്റെ ഒരു ആഘോഷമാണെന്ന് ഓർക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 വിജയം വരിച്ചവരെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈശോനെയും കണ്ടു, പത്രോസിനെയും കണ്ടു. ഒരു മനുഷ്യനെ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളിലൊന്നാണ് പൈശാചികമായ പ്രലോഭനങ്ങളും അവസ്ഥകളും. അതാണ് ഈശോ പറയുന്നത്, ലോകത്തിൻ്റെ അധികാരി. അവിടെ നിർഭയനായി നിൽക്കുന്ന ഈശോ. പത്രോസ് ദാരിദ്ര്യം, യുദാസിൻ്റെ ആത്മഹത്യ, തൻ്റെ കയ്യിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള കയ്യബദ്ധങ്ങൾ. പത്രോസിനെ പരാജയപ്പെടുത്തണമെങ്കിൽ അവനെ പരാജയപ്പെടുത്താമായിരുന്നു. അവനാണ് തീ കാഞ്ഞത്, അവനാണ് തള്ളിപ്പറഞ്ഞത്. വേണമെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് വന്ന മുൻകാല തകർച്ചയുടെ കാരണങ്ങൾ ഓർത്തുകൊണ്ട്, പാപാവസ്ഥ കൊണ്ട് വേണമെങ്കിൽ അവന് മനസ്സിടിഞ്ഞ് ഡിപ്രസ്ഡായിട്ട് അവസാദം പിടിച്ചിരിക്കാമായിരുന്നു. ഹീ ഈസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. പത്രോസിന് തന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. കാര്യം അവൻ്റെ കയ്യിൽ അബദ്ധം വന്നതാണ്. അവൻ്റെ ഭൂതകാലം പരിശോധിച്ചാൽ വിശ്വാസത്തിൽ വലിയ തകർച്ച വന്ന മനുഷ്യനാണ്. വേണമെങ്കിൽ അതൊക്കെ ഓർത്തുകൊണ്ട് അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞും മോങ്ങിയും ജീവിതം നയിക്കാൻ പറ്റും. ഹീ ഈസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. എന്താ കാര്യം? അവൻ യേശു എന്ന നാമത്തിലാണ് അവൻ വിശ്വസിക്കണത്. അതാണ് അവന് കിട്ടിയിരിക്കുന്ന വെള്ളക്കല്ല്, അതാണ് അവന് കിട്ടിയിരിക്കുന്ന നിഗൂഢമന്ന, അതാണ് അവന് കിട്ടിയിരിക്കുന്ന നാമം. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിയും തീരുവും നല്ല ഭക്തമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിയും തീരുവും നല്ല ഭക്തമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഈടേനിക്കുമ്പനാമം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ നാമം ഇത്രയും വിജയിക്കാൻ കാരണം എന്താണ്? വിജയത്തിൻ്റെ പര്യായമായി മാറാൻ കാരണം എന്താണ്? അതാണ് നമ്മൾ കണ്ടത്. ഫിലിപ്പിയ ലേഖനം 2:6-7. അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചത്? ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. നെക്സ്റ്റ് വേർഡ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അവൻ തന്നെ താഴ്ത്തി. വിജയത്തിൻ്റെ പടികളിൽ ഒന്നാണ് തന്നെ താഴ്ത്തുക. വിശ്വാസ വിജയത്തിന് കുറേ പടികളുണ്ട്. അതിലൊന്നാണ് തന്നെ താഴ്ത്തുക. അത് നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കർത്താവ് സ്വയം ചെയ്തതാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ വിശ്വാസ വിജയത്തിനായി സ്വയം താഴ്ത്തപ്പെടേണ്ട അവസ്ഥകൾ വന്നാൽ ഈശോയെ പോലെ ഫിലിപ്പ് 2:6 അനുസരിച്ച് എന്റെ സ്ഥാനങ്ങള് വകവെക്കാതെ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് വിശ്വാസത്തിലെ യേശുവിനെ മഹത്വപ്പെടുത്തി സ്വയം താഴ്ത്താൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം നൽകണമേ,
വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ തന്നെത്താൻ താഴ്ത്തുന്നവൻ. ഇപ്പം ഫിലിപ്പിയർ 2:6 ഈശോ എന്നാ ചെയ്തത്? പിതാവ് അവന് ഉയർത്താൻ കാരണം എന്താണ്? അവൻ തന്നെ താഴ്ത്തിയതാണ്. ഈ ഫിലിപ്പിയർ 2:6 തന്നെയാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23:12. തന്നെത്താൻ താഴ്ത്തുന്നവൻ. അപ്പോഴും ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകുന്നതിന് വേണ്ടിയുള്ള താഴ്ചയുടെ ഒന്നാമത്തെ പടി നമ്മുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതാണ്. തന്നെത്താൻ താഴ്ത്തേണ്ട കുറേ സാഹചര്യങ്ങൾ വരും. ഇപ്പോഴേ അകന്ന ബന്ധു അടുത്ത ബന്ധു, കൊറോണ കാലമാണ്, കല്യാണത്തിന് ഒന്നും എല്ലാവരെയും ഒന്നും വിളിക്കണില്ല. അപ്പോൾ ഇന്ന ആൾക്കാരുടെ കല്യാണമാണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് കുറേയൊന്നും വന്നില്ലല്ലോ എന്ന് നമുക്കൊരു ചിന്ത. അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കണത് എന്താ? ഫോൺ എടുത്ത് വെച്ചിട്ട് നാട്ടുകാരെ മൊത്തം വിളിക്കും. അവരെ വിളിച്ചോ ഇവരെ വിളിച്ചോ. അപ്പോൾ ആരെങ്കിലും ഒരാളെ വിളിച്ചെന്ന് പറയണമെങ്കിൽ അവർ നമ്മളുടെ അത്രയും ബന്ധമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താണ് അവരെ വിളിച്ചിട്ട് നമ്മളെ വിളിക്കാഞ്ഞത്? അപ്പോൾ നമ്മൾ പറയും നമ്മളെ വിളിച്ചും പോക്കും വരട്ടെ. അതാണ് സംഭവം. ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ചിലപ്പോഴും മനഃപൂർവ്വം വിളിക്കാഞ്ഞതാകാം, ചിലപ്പോൾ അവഗണിച്ച് അറിയാണ്ട് അബദ്ധം പറ്റിയതാകാം. വാട്ടർ തിങ് എന്തും ആയിക്കൊള്ളട്ടെ. നീ ഇപ്പോൾ നിന്നെക്കുറിച്ചാണ് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കരുതി വെച്ചിരിക്കും. എന്താണ്? നമ്മൾക്ക് ഒരു കല്യാണം വരുമ്പോൾ അവരെ അവോയ്ഡ് ചെയ്യാനുള്ളൂ. അവോയ്ഡ് ചെയ്യുക മാത്രമല്ല, നാട്ടുകാരെ പറഞ്ഞ് അത് അവരെ അറിയിക്കാൻ വേണ്ടി എത്തിക്കുകയും ചെയ്യും. ഞാൻ മനഃപൂർവ്വമാണ് എനിക്കൊരു പണിയും പാരയും വെച്ചത് കൊണ്ട് തിരിച്ചൊരു പണി തന്നതാണെന്ന്. അപ്പോൾ നമുക്ക് സമാധാനമാകും. ഇതാണ് ലോകം. ഈ ലോകത്തിന് മേലുള്ള വിജയമാണ് വിശ്വാസമെന്ന് യോഹന്നാൻ നമ്മൾ വായിച്ചത് 1 യോഹന്നാൻ 5:4 പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഒരു ലോകം രൂപപ്പെട്ട് വരുമ്പോൾ യേശുവിന്റെ നാമത്തെ പറ്റി സ്വയം എളിമപ്പെട്ടുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ മേലുള്ള വിജയം കൈവരിക്കുവാൻ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളെ തന്നെ താഴ്ത്തിയാൽ, അവർ വിളിച്ചില്ല, നമ്മൾ പോയില്ല, പക്ഷെ നീ ദൈവപൈതലാണെങ്കിൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ അവർ നിന്നെ ഒഴിവാക്കി താത്തിക്കെട്ടി തള്ളിപ്പറഞ്ഞു ചവിട്ടിത്താഴ്ത്തി എന്നും പറഞ്ഞ് എപ്പോഴും പക, വിദ്വേഷം, ശത്രുത ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും നിനക്ക് ദിവ്യകുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? നീ അശുദ്ധമായിരിക്കുകയാണ് ശരിക്കണത്. വിശുദ്ധി എന്ന് പറയണത് വിശ്വാസം അനുസരിച്ചുള്ള ജീവിത രീതിക്കാണ്. സ്തുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ. ദൈവ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ഒരു അച്ഛനോട് ചേർന്ന് ധ്യാനിക്കുമ്പോഴേ നിങ്ങൾ സന്തോഷമായി വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധത്തോടു കൂടി ഈശോയുടെ നാമത്തെക്കുറിച്ച് ആലോചിച്ച് മനസ്സിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഈശോന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ എന്നെ വിശുദ്ധീകരിക്കുവാനും എന്നെ ശക്തീകരിക്കുവാനും സ്വയം എളിമപ്പെടുത്തുന്ന വചനങ്ങള് ജയത്തിന്റെ വിശ്വാസ വചനങ്ങളെ കേൾക്കുമ്പോൾ അതനുസരിച്ച് പരിശുദ്ധ അമ്മയെ പോലെ അതിൽ വിശ്വസിച്ച് അതിൽ വളരുവാൻ എന്നെ വചനത്തിന്റെ സാക്ഷിയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗത്തിലേക്കു നയിക്കും പുണ്യവാദായമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ലോകജനതകൾക്കെന്നും ശാന്തിയേയും രാജ്ഞിയേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം നമ്മൾ വായിച്ചില്ലേ, അതായത് തന്നെ താഴ്ത്തുക, അതാണ് വിജയത്തിൻ്റെ ഒന്നാമത്തെ വഴി. അതാണ് പത്രോസ് തിരഞ്ഞെടുത്തത്. തൻ്റെ ഇല്ലായ്മ ആരുടെ മുമ്പിലും പരസ്യമായി പറയുന്നതിന് യാതൊരു ഇൻഹിബിഷൻസുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോഴും ദൈവത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥനയിൽ സ്ഥിരതയായി നിൽക്കുകയാണ്. രണ്ടാമത്തെ വഴിയെന്ന് പറയണത് ഈ മനുഷ്യന്മാരെ നമ്മളെ താഴ്ത്തും. മനുഷ്യന്മാരിലെ ചുറ്റുവട്ടങ്ങളിലുള്ള ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, സഹോദരങ്ങൾ, നമ്മൾക്കൊരു ഇടറവ് വരുമ്പോൾ നമ്മളെ താഴ്ത്തും. അതിൻ്റെ ഏറ്റവും വലിയ ബലിയാടാണ് ഈശോ. മനുഷ്യന്മാർ തരം കിട്ടിയപ്പോൾ മുതലെടുത്ത് എന്തുമാത്രം വിഷമിപ്പിച്ചു. അത് ഈശോയ്ക്ക് നല്ല ശരിക്കും അറിയാമായിരുന്നു. ഈശോയ്ക്ക് 800 വർഷം മുമ്പ് ഐസയ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഐസയ 53-ൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനുഷ്യരാൽ നിന്ദിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും ഇടയായ സംഭവങ്ങളാണ് ഐസയ ഈശോനെക്കുറിച്ച്. അപ്പോൾ മനുഷ്യരൊരു ഏജൻറ്റാണ്. നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തും. പിന്നെ താഴ്ത്താനുള്ളത് ആരാണ്? മനുഷ്യന്മാർ, ദ എൻ്റയർ കമ്മ്യൂണിറ്റി, സമൂഹം, പൊതുജനം നമ്മളെ താഴ്ത്തും. കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ നാളിൽ ഭയങ്കര പത്രപരസ്യങ്ങളും മീഡിയ വേട്ടയാടലും ഒക്കെ ഇരുന്ന് കൃപാസനത്തിന് ആരാണ്ടൊക്കെ പത്രം കഴിച്ചെന്നൊക്കെ പറഞ്ഞു എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇവിടെ സമരം വരെ നടന്നു. അപ്പം ചിലപ്പോൾ മനുഷ്യർ, അപ്പം അന്ന് ഞങ്ങളാരും അതിന് പ്രതികരിക്കാനൊന്നും പോയില്ല. മാതാവിൻ്റെ ഒരു ആധ്യാത്മികതയുണ്ട്. സത്യമല്ലാത്ത കാര്യങ്ങളാണ് പറയണമെങ്കിലും നീതീകരിക്കാൻ പോലും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ പോലും ഞങ്ങൾ കൂട്ടാക്കിയില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അമ്മ അങ്ങനെയാണ് ചെയ്തത്. അമ്മയുടെ ആധ്യാത്മികതയാണ് ഫോളോ ചെയ്യണത്. അപ്പം ചിലപ്പോൾ മനുഷ്യർ ചെയ്യണതല്ലത്, നമ്മളെ ഉയർത്താൻ വേണ്ടി ദൈവം മനുഷ്യരെ കരുവാക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും, അതാണ് ഐസയ 53:3, മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവൻ എന്താ ചെയ്തത്? കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഹി വാസ് സൈലൻറ്റ്. സൈലൻസിന് ഭയങ്കരമായ ഒരു സ്ഥാനമാണ് ഈ അപമതിക്കപ്പെടുന്ന കാലങ്ങളിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച്
നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മളെ തന്നെ നമ്മളോട് പറയുന്നത് തന്നെ പറയും, യു എസ് സെൽഫ് ഡു ഇറ്റ്. അതൊരു ഹോംവർക്കാണ്. നീ നിന്നെ തന്നെ ആദ്യം എളിമപ്പെടുത്തുക. തന്നെത്താൻ ഉയർത്തുന്നവനല്ലേ താഴ്ത്തുന്നവനല്ലേ ഉയർത്തപ്പെടുക. അപ്പം അതുകൊണ്ട് ദൈവം നിന്നെ ഉയർത്തുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്താനുള്ള സാഹചര്യം ദൈവം തരും. രണ്ടാമത്തെ, ദൈവം മറ്റു മനുഷ്യരെ ഉപയോഗിക്കും നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ടാണ് ഐസയ 53:3 എഴുതിയിരിക്കുന്നത്, ഈശോ മനുഷ്യരാൽ അവഗണിക്കപ്പെടുകയും പരിത്യജിക്കപ്പെടുകയും ചെയ്തു, അപമാനിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അവനെന്ത് ചെയ്തു? ഹി വാസ് സൈലൻറ്റ്. 53:7 എന്താ പറയണത്? അവൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായിരുന്നുവെന്നാണ്. ശാന്തതയാണ് എളിമ. ദൈവം എളിമപ്പെടുത്താൻ വേണ്ടി പൊതുസമൂഹത്തെയും നമ്മുടെ കമ്മ്യൂണിറ്റിയെയും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ നമ്മുടെ ഭാഗം നിർവഹിക്കുക. അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പോകും. നോട്ട് നീഡ്. നമ്മളെ ജസ്റ്റിഫൈ ചെയ്യേണ്ടത് ആരാ? നമ്മളല്ല, ദൈവമാണ്. ദൈവത്തിന് നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നീ സമയം അനുവദിക്കണം. ദാറ്റ് ഈസ് സൈലൻസ്. അതാണ് സ്പിരിച്വൽ സൈലൻസ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫോളോയിങ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ദി യോഗ ക്ലാസ്. ഒരു യോഗ ക്ലാസ്സിലുള്ള സൈലൻസ് അല്ല ക്രിസ്ത്യൻ സൈലൻസ്. ക്രിസ്ത്യൻ സൈലൻസ്, വി ആർ ഫോളോയിങ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ദി മാർക്കറ്റ് പ്ലേസ്. ഫ്രാൻസിസ് അസീസിയുടെ സ്പിരിച്വാലിറ്റിയാണത്. സ്പിരിച്വാലിറ്റി ഓഫ് ദി മാർക്കറ്റ് പ്ലേസ്. ചന്തസ്ഥലത്തെ ആധ്യാത്മികത. ചന്തസ്ഥലത്ത് നിന്ന് എന്തും സംഭവിക്കാം. പൊതുസമൂഹത്തിൽ നിന്ന് എന്തും ചന്തത്തരവും നമുക്ക് സംഭവിക്കും. പക്ഷേ അതിനെ കീപ്പ് ചെയ്യുന്ന ഒരു സൈലൻസ് ഉണ്ട്. അതാണ് സൈലൻസ്. അല്ലാതെ ഇപ്പോൾ ഒരു പുൽപ്പായ എടുത്തിട്ട് നമ്മൾ കണ്ണടച്ച് കൈയും കുപ്പി ചമ്പറം കുട്ടിയിരുന്ന് ധ്യാനിക്കുന്ന സൈലൻസ് അല്ലത്. ജീവിത പ്രശ്നങ്ങളോട് പ്രതിരോധിക്കുമ്പോൾ വി ആർ ഫോളോയിങ് ദ മരിയൻ മെത്തേഡ് ഫോർ സ്പിരിച്വാലിറ്റി. അമ്മ അങ്ങനെയായിരുന്നു. അമ്മ ചവിട്ടിക്കൂട്ടപ്പെട്ട കാലത്ത് അമ്മ പെറ്റ് കിടന്നിട്ട് പോലും ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കിയില്ല. ഇടയന്മാരാണ് വന്നത്. ഒരു പരിചയമില്ലാത്ത ഇത്രയും അപ്പായ്ക്ക് വേണ്ടി ചെയ്തിട്ട് ഈ ചാണാക്കുഴി പെറ്റ് ചോരയും പിടിച്ച് കിടന്നിട്ട് തണുത്ത് വിറച്ച് കിടന്നിട്ട് ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കിയില്ല. ബട്ട് ഷീ വാസ് സൈലൻറ്റ്. അതാ 2:19 പറയണത്. 2:19 അതാണ് മരിയൻ സ്പിരിച്വാലിറ്റി. ഉടമ്പടി പ്രൊമോട്ട് ചെയ്യുന്നത് ഈ മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ശ്രുതികട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രുതികട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാസിയുടെ താഴ്മ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയാൽ. ദാസിയുടെ താഴ്മ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയാൽ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. അപ്പോൾ മനുഷ്യർ നമ്മളെ താഴ്ത്തും, അല്ലേ? മനുഷ്യർ താഴ്ത്തും. വിജയത്തിൻ്റെ വഴികളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വിശ്വാസ വിജയത്തിൻ്റെ വഴികളിൽ തന്നെ താഴ്ത്തുക ഒന്ന് നമ്മൾ ചെയ്യേണ്ടതാണത്. അത് ഈശോ ചെയ്തതാണ്. തന്നെ താഴ്ത്തി. എന്താണ്? അവൻ്റെ സ്റ്റാൻഡേർഡ് അവൻ കീപ്പ് ചെയ്തില്ല. ചിലപ്പോൾ നമ്മുടെ നിലവാരം ചോദ്യം ചെയ്യപ്പെടാം. ഇപ്പോൾ ചില അപ്പന്മാർ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ പുതിയ മരുമക്കൾക്ക് ഇങ്ങനെ മേലും കീഴും അറിയത്തില്ല. എല്ലാവർക്കും അല്ല, ചിലർക്ക്. അവരപ്പം തന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പന്മാർ വന്ന് അമ്മായിയപ്പൻ അല്ലെങ്കിൽ കെട്ടി വന്ന വീട്ടിൽ ഭർത്താവിൻ്റെ അപ്പൻ അകത്തോട്ട് വന്ന് കയറുകയാണ്. അപ്പോൾ അവളെന്ത് ചെയ്ത്? അവൾക്കറിയാം ഈ മുപ്പലാം കയറി വരുന്നുണ്ടെന്ന്. പക്ഷേ മൈൻഡ് ചെയ്യത്തില്ല അവളെന്താ? അവൾ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അതോടുകൂടി ആ അമ്മായിയപ്പന് കുരുവ് പൊട്ടും. തീർന്ന പരിപാടി.
പിന്നെ എന്താണ്, ഈ പിശാചിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം, അല്ലെങ്കിൽ കല്യാണം കലക്കണം. ഈ അവരുടെ അത് മനുഷ്യനും വിറഞ്ഞു കഴിഞ്ഞുകൊണ്ടല്ലോ അവൻ മേലും കീഴും നോക്കത്തില്ല. എന്താണ്, അവൻ്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്ഥാനം ചോദ്യം ചെയ്യപ്പെടും. അതായത് ഒരപ്പനാണ് കയറി വരുന്നത്. അപ്പം മരുമകൾ പുതിയ മരുമകളാണ്, എൻ്റെ അവളെ വീഡിയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളെ മൈൻഡ് ചെയ്യണില്ല. അതെന്ത് ചെയ്ത് പിന്നെ അയാൾ മൈൻഡ് ചെയ്യാതെ തടിതപ്പി അവിടുന്ന്. കാര്യം എന്താ, ഇവിടെ മുമ്പിൽ കൊച്ചാകണതായിട്ട് അവളെ അറിയിക്കാതിരിക്കുക, നീ ഇരിക്കണത് ഞാൻ മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരികിട കളി കളിച്ചുകൊണ്ട് മാറി. അല്ലെങ്കിൽ ചെന്ന് ഭർത്താവിനോട് പറയും, നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് തോന്നുന്നുണ്ട്, ഒരു വിഷവിത്തിനെയാണ് കെട്ടിയെടുത്തിരിക്കുന്നത്, കുടുംബത്തിൻ്റെ മാനവും സ്ഥാനവും അറിയാൻ പാടില്ലാത്ത ആളെയാണ്, ഇവിടെ ആര് വളർത്തി, ഏത് കാണ്ടാമൃഗമാണ് ഇവിടെ വളർത്തിയെന്ന് അറിയത്തില്ല. പിന്നെ നമുക്ക് ഭയങ്കര ഡയലോഗാണ് നമുക്ക് എവിടെയാണ്. ദാറ്റ് ഈസ് കാര്യം എന്താ, നമ്മുടെ പൊസിഷൻ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ ദൈവമാണ്, പക്ഷെ ദൈവമാണ് അവളെ അവിടെ ഇരുത്തിയത്, നമ്മുടെ സ്ഥാനത്തെ ചോദ്യം ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരു വഴി കാണിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് ലോകത്താരും മനസ്സിലാകത്തില്ല, പക്ഷേ ദൈവ പൈതലിന് മനസ്സിലാകും. അതുകൊണ്ട് അവനെന്ത് ചെയ്യും, അവൻ അമ്മയെപ്പോലെ മൗനം പാലിക്കും. 2:19 മൗനം. അവൻ ഈശോയെപ്പോലെ മൗനം പാലിക്കും. ഐസയ 53:7 മൗനം. ആ വിഷയം അങ്ങനെയാണ്. നമ്മളെ തന്നെ എളിമപ്പെടുത്തും, നമ്മുടെ സ്ഥാനം. കാര്യം എന്താ, അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു. നീ അമ്മായിയപ്പനാണ്, വീടിൻ്റെ അപ്പനാണ്, കുടുംബത്തിൻ്റെ നാഥനാണ്, ഓക്കെ. പക്ഷേ ചില സമയത്ത് സ്ഥാനങ്ങൾ നമുക്ക് ചോദ്യം ചെയ്യപ്പെടാൻ ദൈവം ഇടയാക്കും. നമ്മുടെ സ്ഥാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ ദൈവം ഇടയാക്കും. ഇപ്പം 3 പേര് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 2 പേരും കൂടി സംസാരിക്കുന്ന നമ്മൾ ആ സംസാരത്തിന് അവോയ്ഡ് ചെയ്യും. നിങ്ങളെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല, നിങ്ങളെ അഡ്രസ്സ് ചെയ്ത് എനിക്ക് എന്നാ കിട്ടാനാണെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോരേണ്ടി വരും, അതല്ലെങ്കിൽ നമുക്ക് അതിനെ കുത്തിക്കലക്കം ഉണ്ടാക്കേണ്ടി വരും. എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദൈവം ഇതല്ലേ, ചില സമയത്ത് ദൈവം തന്നെ ഇങ്ങനെ സമൂഹത്തിൽ 3 പേരുണ്ടെങ്കിൽ 3ാമത്തെ ഒരാളായിട്ട് നിന്നെ അവോയ്ഡ് ചെയ്തെന്ന് വരാം. കാര്യം എന്താണ്, അപ്പോൾ നീ ഓർക്കണം, ഒന്നും സംഭവിച്ചിട്ടില്ല, ഈശോയായിട്ട് എന്നെ മാറിയിരിക്കുന്നു ഞാൻ. കാര്യം ഈശോയ്ക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു, പക്ഷേ അവൻ ദൈവത്തോടുള്ള സമാനത, അവൻ്റെ സ്ഥാനം പരിഗണിക്കേണ്ട ഒരു കാര്യമായി അവൻ കരുതിയില്ല. അതുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഞാനും എൻ്റെ സ്ഥാനം ഈശോയുടെ നാമത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യമായി കരുതണില്ല. കർത്താവെ, എന്നെ എളിമപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. കർത്താവെ, ദൈവം നമ്മൾ ഉയർത്തുന്ന വഴികളാണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ.